അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുത്താൽ ശരിയാവും, എങ്ങനെ കൊടുത്താൽ ശരിയാവില്ല എന്നൊക്കെ ഉള്ള നിലയ്ക്കുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സംഘടിത സക്കാത്ത്, കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ സക്കാത്തിനായിട്ട് പ്രത്യേകം സംവിധാനങ്ങൾ, അത് സംസ്ഥാന തലത്തിലും അതല്ലാതെ പ്രാദേശികമായിട്ടുമൊക്കെ സംഘടിതമായി സക്കാത്ത് ശേഖരിക്കാനും വിതരണം ചെയ്യാനുള്ള കേന്ദ്രീകൃത സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് റമദാൻ മാസമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സജീവമാവുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ സംവിധാനങ്ങളിലൂടെ സംഘടിതമായിട്ട് സക്കാത്ത് കൊടുത്താൽ അത് ശരിയാവില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള കാരണം പറയുന്നത്, സക്കാത്ത് എന്നുള്ളത് കേവലം ഒരു ചാരിറ്റി പ്രവർത്തനം മാത്രമല്ല, അതിലുപരിയായി അതൊരു ഇബാദത്താണ്. അപ്പൊ ഇബാദത്തുകൾ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചിട്ടുള്ള അതിന്റെ കൃത്യമായിട്ടുള്ള ഫർദ്, ഷർത്ത്, വാജിബ് ഇതൊക്കെ നോക്കി അതിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം നിർവഹിച്ചാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന വാദം. അപ്പോൾ അതിൽ തടസ്സമായിട്ടുള്ളത്, പ്രാമാണികമായി ഇങ്ങനെ സംഘടിതമായി സക്കാത്ത് കൊടുക്കുമ്പോൾ പ്രാമാണികമായിട്ട് അതിലുള്ള പിശക് എന്ന് അവർ ആരോപിക്കുന്നത്, സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ശേഖരിച്ചിരുന്നു. പിൽക്കാലത്ത് ഖലീഫമാർ, ആ ഖലീഫമാർ എന്ന് പറയുന്നത് ഭരണാധികാരികളാണ്. ഭരണാധികാരികൾ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മുഖേനയാണ് അത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്ത സാഹചര്യത്തിൽ, ഒരു ഖലീഫ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് സംഘടനകൾക്കോ അല്ലെങ്കിൽ മഹല്ലുകൾക്കോ അതിനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ അല്ലാതെ, പിന്നെ ഫിഖ്ഹിന്റെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഷാഫി മദ്ഹബ് പ്രകാരം അതിന്റെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. എല്ലാ മദ്ഹബിലും അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഉസ്താദുമാരാണ് വിശദീകരിക്കേണ്ടത്. കാരണം ലോകത്ത് വ്യത്യസ്ത മദ്ഹബുകളിൽ ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബാണ്. അതിലെന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഒരു ചർച്ചാ വിഷയമാകേണ്ടതാണ്. ഏതായാലും ഷാഫി മദ്ഹബ് പ്രകാരം ഒരു വ്യക്തിക്ക് ഇതുപോലെ ഖാദി അല്ലെങ്കിൽ ഭരണാധികാരിയെ ഏൽപ്പിക്കാം, വ്യക്തിപരമായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു വക്കീലിനെ, പ്രതിനിധിയെ ഏൽപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ ആ വക്കീൽ എന്നുള്ളിടത്ത് അതിനെ സംബന്ധിച്ച് ഫിഖ് കിതാബുകളിൽ അതൊരു അയ്യൻ, ഒരു നിർണിത ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ള പരാമർശത്തെ വെച്ചുകൊണ്ടാണ്, വ്യക്തിയല്ലല്ലോ കമ്മിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് സാധുവാകില്ല എന്നുള്ളതാണുള്ള ആർഗ്യുമെന്റ്. അപ്പൊ അത് സംബന്ധിച്ച് ഈ സംഘടന സക്കാത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ, അതിൽ ഈ അടുത്ത് ഞാനൊരു മൗലവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഒരു ഫിഖ് രംഗത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുള്ള, കിതാബുകളൊക്കെ ഒരുപാട് ഓതിയിട്ടുള്ള ഉസ്താദ് തന്നെയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇങ്ങനെ വക്കീലിനെ നിശ്ചയിക്കുമ്പോൾ അത് മുഅയ്യനായിരിക്കിട്ടുള്ള ഒരു നിർണിത വ്യക്തി ആയിരിക്കണം എന്നുള്ളത് സക്കാത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റ് ഇടപാടുകൾ, മുആമലാത്തുകളിൽ മിക്കതിലും ഇതേ ടേംസ് ഫിഖ്ഹിന്റെ കിതാബുകളിലുണ്ട്. ഇപ്പൊ നമ്മളൊരു കരാർ എഴുതുന്നു, ഒരു ഇടപാട് നടത്തുന്നു, കച്ചവടം നടത്തുന്നു, കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നു, ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെയും നിർണിത വ്യക്തികൾ തമ്മിൽ എന്ന് തന്നെയാണ് ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഉള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നമ്മൾ പുതിയ കാലത്ത് കമ്മിറ്റികൾ തമ്മിൽ, ട്രസ്റ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ കമ്പനികൾ തമ്മിൽ ഒക്കെ ഇടപാടുകളും കരാറുകളും ഡീലിങ്സും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമികമായിട്ട് ശരിയാകുമോ? നമ്മൾ ഇബാദത്തുകൾ മാത്രമല്ലല്ലോ, ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്കും അതിൻ്റെതായ ഷർത്തുകളും നിബന്ധനകളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചുണ്ടല്ലോ. അപ്പോൾ ഈ നിർണിത വ്യക്തികളല്ലാതെ വ്യക്തികളുടെ കൂട്ടായ്മകളായിട്ടുള്ള കമ്പനികൾ, ട്രസ്റ്റുകൾ ഒക്കെ സ്ഥലങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റ് വസ്തുവകകൾ വാങ്ങിക്കാനും വിൽക്കാനും പറ്റുമോ? ഇടപാടുകൾ നടത്താൻ പറ്റുമോ? കരാറുകൾ നടത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിച്ച് ചർച്ച ചെയ്ത് അതിനുള്ളൊരു മറുപടി ലഭ്യമാക്കേണ്ടതാണ്. ഏതായാലും ഞാൻ പറയാൻ വന്നൊരു കാര്യം അതല്ല. സംഘടിതമായിട്ട് സക്കാത്ത് കൊടുക്കുന്നത് തെറ്റല്ല എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളിലൊക്കെയും അത് ഗവൺമെന്റ് സംവിധാനങ്ങളല്ലാതെയും സക്കാത്ത് കൂട്ടായ്മകളുണ്ട്. സക്കാത്ത്, ബൈത്തുൽ സക്കാത്ത് എന്നുള്ള പേരിലൊക്കെ കുവൈത്തിലും ഖത്തറിലും മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട്.
അവിടെ നിന്നുള്ള സക്കാത്ത് നമ്മുടെ നാടുകളിലേക്കൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല സംരംഭങ്ങൾക്കും വേണ്ടിയും ഇതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അത് ഈ പറയുന്ന സംഘടിത സക്കാത്തിനെ എതിർക്കുന്ന സംഘടനകളും വിഭാഗങ്ങളും ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സക്കാത്ത് കൂട്ടായ്മകളിൽ നിന്നുള്ള സക്കാത്ത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് വ്യാപകമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതിനോട് എതിർപ്പില്ലാതിരിക്കുകയും പ്രാദേശികമായിട്ട് മാത്രം നമുക്ക് അതിനോട് എതിർപ്പ് വരിക എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത്, അതല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യത്തു നിന്നുള്ള കൂട്ടായ്മകൾക്ക് പിരിക്കാമെന്നാണോ അതിന്റെ മാനദണ്ഡം, എന്താണ് അതിന്റെ മാനദണ്ഡം എന്നുള്ളത് വ്യക്തമാകണം. ഏതായാലും സംഘടിതമായിട്ട് കൊടുത്താലും ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ് ആണ് എൻ്റെ മനസ്സിൽ വരുന്നത്. സക്കാത്തിനെ കുറിച്ച് മാത്രമായിട്ടുള്ളൊരു പരാമർശമൊന്നുമല്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലൈസ ബിമുഅ്മിനിൻ മൻ ബാത ശബആൻ വജാറുഹു ഇല ജംബിഹി ജാഇഉൻ വഹുവ യഅലം. അതായത് ഒരാള് വയറ് നിറച്ച് സംതൃപ്തിയോടുകൂടി കിടന്നുറങ്ങുന്നു, രാത്രി ചെലവഴിക്കുന്നു. അയാളുടെ അയൽവാസിയാണെങ്കിൽ പട്ടിണിയാണ് എന്നുള്ളത് ഇയാൾക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ടും ഇയാൾക്ക് സമാധാനത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കംഫർട്ടായിട്ട് കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ മുഅ്മിൻ അല്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. സമാനമായ ചെറിയ വാക്കുകളുടെ വ്യത്യാസത്തോട് കൂടിയിട്ടുള്ള വേറെയും റിപ്പോർട്ടുകളുണ്ട്. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇല ജംബിഹി എന്നൊക്കെ പറയുന്ന അതിലേക്ക് ആശയം ഇത് തന്നെയാണ്. അയൽവാസി, നമ്മൾ ലളിതമായിട്ട് പറഞ്ഞില്ല, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വയർ നിറച്ച് ഉണ്ണുക എന്ന് മാത്രമല്ല, അങ്ങനെ സമാധാനമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന, രാത്രി ചെലവഴിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരാൾക്ക് അപ്പുറത്തുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എങ്കിൽ അയൽവാസി, നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാർ, അത് പട്ടിണി പറയുമ്പോൾ ഭക്ഷണമില്ലാതെ വിശന്ന് കഴിയുക എന്ന് മാത്രമല്ല, അതൊരു പ്രതീകാത്മകമായിട്ടുള്ള പ്രയോഗമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. എനിക്ക് തിന്നാനുണ്ടോ എന്നുള്ളത് മാത്രമല്ല, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് സംവിധാനമുണ്ട്, അപ്പുറത്തവൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് അവന് പണമുണ്ടോ, എനിക്ക് വീടുണ്ട് അവന് വീടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അവൻ്റെ മക്കളുടെ വിവാഹം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ, എനിക്കും എൻ്റെ വീട്ടിലുള്ള ആളുകൾക്കോ അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ സംവിധാനമുണ്ട്, അവർക്ക് അതിനുള്ള സംവിധാനമുണ്ടോ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എങ്കിൽ, എനിക്ക് അതൊന്നും ആലോചിക്കാതെ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ മുഅ്മിൻ അല്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണെങ്കിലും, ഇപ്പം സംഘടിത സക്കാത്തിന് ഫിഖ്ഹിയായിട്ടുള്ള ഇന്ന ടേംസ് വെച്ചിട്ട് ഇപ്പോഴുള്ള സംഘടിത സക്കാത്ത് ശരിയല്ല എന്ന് പറയുന്നവർ അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് ഫിഖ്ഹിപരമായിട്ട് അത് ശരിയാവില്ലല്ലോ എന്നുള്ള ബേജാറുകൊണ്ടാണെങ്കിൽ ഫിഖ്ഹിപരമായിട്ട് ശരിയാവുന്ന വിധത്തിൽ ഇത് നടപ്പിലാക്കി സക്കാത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പണിയെടുക്കണമല്ലോ. നമ്മുടെ നാട്ടിൽ ദരിദ്രരായ ആളുകൾ എത്രയുണ്ട്, ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ ആളുകളൊക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ വലിയ സങ്കടമാണ്. അവർ വലിയ ചികിത്സിക്കാൻ ചിലവില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പുറമേക്ക് ചിലപ്പോൾ തരക്കേടില്ലാത്ത വീടൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ വലിയ സ്ഥിരമായിട്ട് നടക്കണ്ട. മിസ്കിൻ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ തന്നെ അതാണ്. പുറമേക്ക് അവർ മാന്യന്മാരായിട്ട് നടക്കും, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ നേറിയായിരിക്കും, വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളായിരിക്കും. അപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ ഒക്കെ അറിയുക, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളൊരു വിശ്വാസിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാതെ അവരുടെ കാര്യം എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി, എൻ്റെ വിശപ്പ് മാത്രം ഞാൻ മാറ്റി, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കി കിടന്നുറങ്ങുന്ന ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവൻ മുഅ്മിനല്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ സക്കാത്ത് ഇന്ന രീതിയിൽ കൊടുത്താൽ ശരിയാവില്ല എന്ന് പറയുന്നവർ ഏത് രീതിയിലായത് കൊടുക്കാൻ നമുക്ക് നിർബന്ധ ബാധ്യതയാണ്. നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമസ്കാരം നിലനിർത്തുക, അഖീമുസ്സലാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മിക്കവാറും എല്ലാ സ്ഥലത്തും വആതു സക്കാ എന്നുള്ളത് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമസ്കാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളൊരു വാചകവും ഇതിൽ ഓർത്തു വെക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സക്കാത്ത് ബൈത്തുൽ മാലിലേക്ക് അടക്കില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു വാദം അന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ടായിരുന്നു. റസൂൽ വഫാത്തോടുകൂടി ഇനി ആ ബാധ്യത ഒരു ബൈഅത്തും വാങ്ങി വരുന്ന ഖലീഫമാർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് ചിലരൊക്കെ ഉന്നയിച്ചപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു എന്ന ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞു, അത്രയ്ക്ക് വേണോ, യുദ്ധമൊക്കെ വേണോ എന്ന് പറഞ്ഞപ്പോൾ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവർക്കെതിരെ തീർച്ചയായിട്ടും ഞാൻ യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, യുദ്ധം ചെയ്യുന്നു പറയാൻ മാത്രമല്ല യുദ്ധം ചെയ്തു. വളരെ കർക്കശമായ നിലയ്ക്ക് അതിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്തു. യുദ്ധം ഉണ്ടായി, നിരവധി പേർ കൊല്ലപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സക്കാത്ത് നിഷേധികളായ ആളുകൾ ഒത്തുതീർപ്പിന് വന്നു. നമുക്ക് യുദ്ധം നിർത്താം, സക്കാത്ത് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, യുദ്ധം നിർത്തണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റരുത്, നമ്മൾ തുടങ്ങാനൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, ആ സാഹചര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പിന്നോട്ട് പോകണം. സക്കാത്ത് ഏൽപ്പിക്കാമെന്ന് മാത്രമല്ല, ഈ സക്കാത്ത് നിഷേധത്തിന്റെ പേരിലുണ്ടായ ഈ യുദ്ധം, അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുന്നവരാണ്, കലിമ ചൊല്ലിയവരാണ്, ഈമാൻ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നവരാണ്. എന്നിട്ടാണ് യുദ്ധം ഉണ്ടായത്. അതിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ നരകത്തിലാണെന്നും, ഈ പറഞ്ഞ സക്കാത്ത് നിഷേധികൾക്കെതിരായിട്ട് ഇപ്പുറത്ത് നിന്ന് പോരാടിയ ആളുകൾ, അവരിൽ നിന്ന് മരണപ്പെട്ടവർ ശുഹദാക്കളാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ നരകത്തിലാണെന്ന് അംഗീകരിക്കണം. അല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്രത്തോളം ഗൗരവം സക്കാത്ത് സംവിധാനം നടപ്പിലാക്കുന്നതിനുണ്ട്. അപ്പൊ അത് ഫിഖ്ഹിപരമായിട്ട് നമ്മുടെ മദ്ഹബിൽ ഇന്ന കാരണം കൊണ്ട് ഇത് ശരിയാവില്ല എന്ന് പറയുന്നവർ, ചിലപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് പറയുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ പരിപൂർണമായിട്ട് നിഷേധിക്കുന്നൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്നത്, സംഘടിത സക്കാത്ത് കൊടുക്കുന്നവരെ സംബന്ധിച്ച് ഇത് ബാധകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, ഞാൻ സക്കാത്ത് എൻ്റെ നിസാബ് നോക്കി അതിൻ്റെ കൊല്ലം കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് 2.5% ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ നിസാബ് തികഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വർഷം തികഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങളും നടക്കാൻ ഒരു തടസ്സമില്ലാതെ സുഗമമായിട്ട് നടക്കുകയും എൻ്റെ വിശപ്പും പട്ടിണിയും ചികിത്സയും അതല്ലെങ്കിൽ മറ്റ് വസ്ത്രവും വീടും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊണ്ടുപോവുകയും സമൂഹത്തിൽ എന്ത് നടക്കുന്നു, അവരുടെ അവസ്ഥ എന്താണെന്നുള്ള പരിഗണിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അത് സംഘടിത സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അതിനെ എതിർക്കുന്നവരാണെങ്കിൽ ശരി, അവരൊന്നും മുഅ്മിനായിട്ട് അള്ളാഹു അംഗീകരിച്ചിട്ടില്ല, അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ല എന്ന് നമ്മൾ ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വത്ത് വകകളെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. നമ്മുടെ സമ്പാദ്യത്തെ എത്രയുണ്ട്, വരുമാനം എത്രയുണ്ട് എന്നുള്ള ധാരണ ഉണ്ടാവണം. അതിനനുസരിച്ച് സക്കാത്ത് നിസാബ് എത്തില്ലല്ലോ, കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതൊക്കെ അതിന് നമ്മൾ എക്സ്ക്ലൂഡ് ആവാനുള്ള വഴികളല്ല തേടേണ്ടത്. വ്യത്യസ്ത മാനദണ്ഡങ്ങളുണ്ട്. ഈ വിഷയത്തിലൊക്കെ ഉലമാക്കൾക്കിടയിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സക്കാത്ത് അതിന്റെ സൂക്ഷ്മത അനുസരിച്ച് പഠിച്ചവന്റെ മുമ്പിൽ കുറ്റക്കാരനാകാതിരിക്കാൻ സക്കാത്ത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണോ എന്നുള്ള എനിക്ക് പരിശോധിച്ച് സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ടും നമ്മുടെ ബാധ്യത തീരുന്നില്ല. സക്കാത്ത് കൊടുത്താൽ പോലും 2.5% ഞാൻ കണക്കാക്കി കൊടുത്തു, എനിക്ക് കുറ്റമില്ല എന്ന് പറയാൻ പറ്റില്ല. 2.5% കൊടുത്തതിന് ശേഷവും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അയൽപക്കങ്ങളിൽ പട്ടിണി ഉണ്ടെങ്കിൽ എനിക്ക് എന്നിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ മുഅ്മിനല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, പട്ടിണി ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പോലെ തന്നെ മറ്റുള്ളവരുടെ, നമ്മുടെ അയൽവാസികളുടെയും സഹോദരങ്ങളുടെയൊക്കെ മക്കളെ കാണണം. അവർക്ക് വിദ്യാഭ്യാസത്തിന് സംവിധാനം ഇല്ലെങ്കിൽ, അവരുടെ വിവാഹത്തിന്, ചികിത്സയ്ക്ക്, ഇതിനൊന്നും സംവിധാനം ഇല്ലെങ്കിൽ, അവർക്ക് തലചായ്ക്കാൻ ഒരു വീടില്ലെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെയും ഒരു ഉറക്കം കെടുത്തുന്ന കാര്യമായിരിക്കണം. വിശ്വാസികളുടെ ഉദാഹരണമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ശരീരം പോലെയാണെന്നാണല്ലോ. ഫി തആതുഫിഹിം വതറാഹുമിഹിം വതവാദ്ദിഹിം, അവരുടെ പരസ്പരമുള്ള സ്നേഹത്തില്, പരസ്പരമുള്ള കാരുണ്യത്തില് ഒക്കെ വിശ്വാസികളുടെ ഉപമ ഒരു ശരീരം പോലെയാണ്. അതിന്റെ ഒരു ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ അത് മുഴുവൻ ശരീരത്തെയും ബാധിക്കും. ഒരു ഉറക്കമൊഴിച്ചുകൊണ്ടും പനിച്ചുകൊണ്ടും മുഴുവൻ ശരീരവും ആ വേദനയിൽ പങ്കുചേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ഉപമയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ പട്ടിണി ഉണ്ടെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രയാസമല്ല, എന്റെയും പ്രയാസമാണ്. അത് പരിഹരിക്കാൻ ഏത് വിധേനയാണെങ്കിലും, അത് സംഘടിതമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാളിക്ക് പറ്റുന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, കാളിക്ക് സ്വീകരിക്കാം. അപ്പൊ മഹല്ലിൽ കാളിയുടെ നേതൃത്വത്തിൽ അത് കാളി സ്വീകരിക്കുന്നു, അതിന്റെ വരവ് കണക്കുകൾ എഴുതി വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു, അത് കൊടുക്കുന്നു. അപ്പൊ നിലവിൽ സംഘടിത സക്കാത്ത് നടപ്പിലാക്കുന്നവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ആരോപിക്കുന്നുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ സംഘടനാ വിരോധം കൊണ്ട് എതിർക്കുന്നതാണെങ്കിൽ അത് തീർത്തും പടച്ചോണ്ട് ആ നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യും. അതല്ല, ആത്മാർത്ഥമായിട്ട് ഫിഖ്ഹിപരമായിട്ട് തന്നെ സൂക്ഷ്മത കുറവുണ്ടല്ലോ, പിശകുണ്ടല്ലോ, പോരായ്മ ഉണ്ടല്ലോ എന്നാണെങ്കിൽ ആ പിശകുകളും പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ഓരോ മഹല്ലിലും
സക്കാത്ത് ഫലപ്രദമായി വിതരണം ചെയ്ത് ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന, പട്ടിണി ഇല്ലാതാക്കുന്ന ഒരവസ്ഥ വരേണ്ടതുണ്ട്. ദാരിദ്ര്യം പട്ടിണി ഇല്ലാതായിട്ടുള്ള ചരിത്രം സക്കാത്ത് കൊണ്ട് ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്ത് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായതായിട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ സക്കാത്തിന്റെ മുതലുകൾ കൊണ്ട് ആവശ്യക്കാരുണ്ടോ എന്ന് ചോദിച്ചു നടന്നു. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത കാലം വന്നിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അത്രയും മൊത്തത്തിൽ എല്ലാവരുടെയും കയ്യിൽ ആവശ്യാധികം സമ്പത്ത് കുന്നുകൂടിയിരുന്നതല്ല. അത് ശരിയായ വിധത്തിൽ നടപ്പിലാക്കിയപ്പോൾ ദാരിദ്ര്യവും പട്ടിണി ഇല്ലാണ്ടായി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും ഇതുപോലെ സക്കാത്ത് ഫലപ്രദമായി നമ്മൾ സമ്പന്നര്, അതിസമ്പന്നരായ ആളുകൾ മാത്രമല്ല, നമ്മൾക്കിടയിൽ പല നിലയ്ക്കും സമ്പാദ്യങ്ങളുള്ള ആളുകളുണ്ട്. എന്താ പറയാ, സ്ഥലമായിട്ടും കൃഷിയായിട്ടും ബിസിനസ്സായിട്ടും സ്വർണമായിട്ടും ഒക്കെ ഉണ്ട്. ഇത് അതിന്റെ കൃത്യമായ കണക്ക് നോക്കി നമ്മൾ ഖാദിയുടെ നേതൃത്വത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കമ്മിറ്റികൾ തെറ്റല്ല എന്ന് മനസ്സിലാക്കുന്നവർ അങ്ങനെയാണ്. എങ്ങനെയാണെങ്കിലും അതിന് ഇസ്ലാമികമായ വിധികൾ പാലിച്ചുകൊണ്ട് സക്കാത്ത് ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റികളിൽ ഒന്നായിട്ട് വരണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും പടച്ചവന്റെ മുമ്പിൽ കുറ്റക്കാരായിരിക്കും. അയൽവാസികളുടെ അവസ്ഥകൾ പരിഗണിക്കാതെ കിടന്നുറങ്ങാറുന്നതാക്കി നമ്മൾ മുഅ്മിനുകളായിട്ട് പോലും അള്ളാഹു അംഗീകരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉമ്മത്തിൽ അതിന്റെ സൽഫലങ്ങൾ ഉണ്ടാവട്ടെ, നന്മകൾ ഉണ്ടാവട്ടെ. പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ആരും ഇതിന്റെ പേരിൽ കുറ്റക്കാരായി നിൽക്കാനുള്ള ഇടവരാതിരിക്കട്ടെ. ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസങ്ങളും ഇല്ലാത്തൊരു നല്ല ലോകം ഉണ്ടായി വരാനുള്ള പരിശ്രമങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും അണിചേർക്കട്ടെ. വിദ്വേഷവും പകയും മുൻവിധിയും സംഘടനാ വിരോധങ്ങളും അസബീയത്തും ഒക്കെ വെച്ചുകൊണ്ട് ലലാലത്തിലായി പോകാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ, അതിന്റെ സൽഫലങ്ങൾ നേടിയെടുക്കാൻ ഒക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.